ഹായ്, നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ വെളുത്തുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കീറിയാണ് ഇട്ടിരിക്കുന്നത്. ചെറുതാണെങ്കിൽ അതുപോലെ ഇട്ടിരുന്നാൽ മതി. 3 ടേബിൾ സ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കടുക്, 4 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില, 4 ടേബിൾ സ്പൂൺ ഉപ്പ്, വലിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഗ്യാസിലൊരു ചട്ടി വെക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾക്ക് കുറച്ച് നാൾ വെക്കാനും ടേസ്റ്റ് കൂടാനും നല്ലെണ്ണയാണ് നല്ലത്. അച്ചാറിന് ടേസ്റ്റ് കൂടാൻ എണ്ണ നന്നായിട്ട് ചേർക്കുകയും വേണം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഒരു പകുതി വഴണ്ടാൽ മതി, ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യാത്ത വെളുത്തുള്ളിയാണേൽ ഒന്നും വിട്ടുപോകാതെ കിട്ടും. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിന് ഏകദേശം ഒരു ബ്രൗൺ നിറം ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിട്ട് തന്നെ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത്. കാരണം ഇതിൻ്റെ എണ്ണയുണ്ട്, പിന്നെ വെളുത്തുള്ളിയുടെ ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെയാണ് അച്ചാറിടുന്നത്. ഇത് കഴുകേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് വീണ്ടും 4 സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉലുവ പൊടിക്കാതെയാണ് ചേർക്കുന്നത്. പൊടിച്ചത് ചേർത്താലും മതി. ഇത് ഞാൻ കടുക് വറുക്കുന്നതിൻ്റെ കൂടാണ് ഇടുന്നത്. കടുക് ഇട്ട് കൊടുക്കുക. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുകൊക്കെ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നന്നായിട്ട് പൊട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊക്കെ ഏകദേശം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതെല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാര്യം ചട്ടി നല്ല ചൂടാണ്. ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, സ്പൂണാണ്. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീയൊന്നും കൂട്ടിയിടരുത്, കാര്യം കരിഞ്ഞു പോവും. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇതിനകത്ത് നല്ല ചൂടുണ്ട്. പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഞാൻ ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട്. കാര്യം ചെറിയ ചൂടിലൊന്ന് പൊടിയെല്ലാം ഒന്ന് ചൂടായി വരണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് വളരെ ടേസ്റ്റാണ്. കാര്യം ഞാനിത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഒട്ടും വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. വിനാഗിരിക്ക് പകരം ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. കായമായിട്ട് വേണമെങ്കിൽ ചേർക്കാം. വെളിച്ചെണ്ണയെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് ചേർത്താൽ മതിയാവും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും. ഞാനിപ്പോൾ വിനാഗിരിക്ക് പകരമാണ് ഇത് ചേർക്കുന്നത്. വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇതിപ്പോൾ ഒട്ടും തന്നെ പൂപ്പലോ ഒന്നും വരത്തില്ല. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്കത് പിന്നെ ഒരു ഗ്രേവി പോലെ വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ആറിയതിന് ശേഷമേ കുപ്പിയിലിട്ട് വെക്കാവൂ. 1-2 മണിക്കൂർ വെളിയിൽ തന്നെ വെച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിലിട്ട് വെക്കണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരിക്കലും അച്ചാറിട്ട് വെക്കരുത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. എത്ര മാസം വേണമെങ്കിലും ഇരുന്നോളും. കാര്യം ഒരു തുള്ളി വെള്ളത്തിൻ്റെ മയമില്ല. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സ്പൂണെല്ലാം നന്നായിട്ട് തുടച്ചിട്ടേ എടുക്കാവൂ. അത് ഏത് അച്ചാറെടുത്താലും അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ തന്നെ യൂസ് ചെയ്യാം. കാര്യം നാരങ്ങ മാങ്ങ പോലെ നമ്മൾ അഴുകാനൊന്നും വെക്കണ്ട. വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.